നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആലപ്പുഴയുടെ ആതുര സേവന രംഗത്തെ ഉന്നത സ്ഥാപനമായിട്ടുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പളായി സ്ഥാനമേറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ബി പത്മകുമാർ. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ഇതേ കോളേജിൽ തന്നെയാണ് അദ്ദേഹം പഠിച്ചതും. ഇപ്പോൾ 38ാമത് പ്രിൻസിപ്പളായി സ്ഥാനമേൽക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിനായി അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ ബി പത്മകുമാർ. ആലപ്പുഴ മെഡിക്കൽ കോളേജുമായിട്ട് എനിക്ക് 4 പതിറ്റാണ്ടിലേറെയുള്ള ബന്ധമാണുള്ളത്. ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലും അതിനുശേഷം ഒരു അധ്യാപകൻ എന്ന രീതിയിൽ വിവിധ പോസ്റ്റുകളിൽ ഒരു ലെക്ചററായിട്ട് ജോയിൻ ചെയ്ത് അതിനുശേഷം അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അഡീഷണൽ പ്രൊഫസർ, അങ്ങനെ പ്രൊഫസറായി മറ്റും ഏകദേശം 30 വർഷക്കാലം എനിക്കിവിടെ അധ്യാപകൻ എന്നുള്ള രീതിയിൽ സേവനമനുഷ്ഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി നിയമനം ലഭിച്ചു എന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. പഠിച്ച കലാലയത്തിൽ തന്നെ ജോയിൻ ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ. ആലപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായിട്ടുള്ള ജലസമ്പത്ത് ഉള്ളൊരു ജില്ലയാണ് ആലപ്പുഴ. എങ്കിൽ പോലും പലപ്പോഴും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ നമ്മുടെ കേരളത്തിൽ ആദ്യം ഉണ്ടാകുന്നത് ആലപ്പുഴ എന്നുള്ള ഒരു കുപ്രസിദ്ധി കൂടി ആലപ്പുഴയ്ക്കുണ്ട്. പലപ്പോഴും അത് ഈ കുടിവെള്ളം മലിനമാകുന്നത് മൂലവും അതോടൊപ്പം തന്നെ ധാരാളം കർഷകത്തൊഴിലാളികളും സാധാരണക്കാരും കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു ടെർഷറി ചികിത്സാ കേന്ദ്രം കൂടിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആലപ്പുഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളൊന്നും പ്രവർത്തിക്കാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. 1963 സ്ഥാപിച്ച മെഡിക്കൽ കോളേജാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. 62 വർഷമായി. മുമ്പേ സൂചിപ്പിച്ചതുപോലെ മറ്റ് വലിയ ആശുപത്രികളൊന്നും ഇല്ലാത്തത് മൂലം വലിയ തരത്തിലുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഇൻഫ്ലോയാണ് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത്. അത്രയും രോഗികളെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പല ചികിത്സകളും ഉദ്ദേശിക്കുന്ന രീതിയിൽ വേഗത്തിൽ നടന്നില്ല എന്ന് വരാം. ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരും വളരെയേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അവരുടെ എല്ലാം വലിയൊരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി, പ്രത്യേകിച്ചും ജനപ്രതിനിധികളുടെയും മറ്റും സഹകരണത്തോടു കൂടി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റൊന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളെ നമുക്ക് ഈ പറഞ്ഞതുപോലെ 175 UG സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അധ്യാപകരുടെ ലഭ്യത, ഇവിടെയെല്ലാം തന്നെ ചില പോരായ്മകൾ നമുക്കുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള കോളേജിൽ ആവശ്യമായിട്ടുള്ള കളിക്കളങ്ങൾ, ലൈബ്രറി സൗകര്യങ്ങൾ, താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ക്യാൻറ്റീൻ സൗകര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിലുമെല്ലാം തന്നെയുള്ള പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. ഞാനിവിടെ പഠിച്ച വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും നേരിട്ടറിയാനുള്ള ഒരു എളുപ്പ വഴി കൂടിയുണ്ട് എന്നുള്ളത് എൻ്റെ ജോലി കൂടുതൽ എളുപ്പമുള്ളതാക്കും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ വലിയ ആതുരാലയത്തെ മെച്ചപ്പെട്ട ഒരു സ്ഥാപനമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ, മികവിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഒരു രോഗിക്ക് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഇടവരാത്ത രീതിയിൽ സ്വയം പര്യാപ്തമാകുന്ന തരത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം എന്നെനിക്കറിയാം. അത് കഴിയുന്നതും പൂർത്തിയാക്കുക എന്നുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഉറപ്പു തരുന്നു.